കൃത്യത്തിൻ്റെയും ഓർമ്മ നാം ഇന്ന് സാഘോഷം കൊണ്ടാടുന്നു. ഇന്ന് ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധയാഗം കോട്ടപ്പുറം രൂപതയുടെ പുരോഹിതരെ നൽകിയതിനും പൗരോഹിത്യം ഈശോയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ആ സ്നേഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വൈദികരെ തൻ്റെ ജീവിതത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നൽകിയതിനോർത്ത് നന്ദി പറയാം. ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികർക്കും, പ്രത്യേകിച്ചും കോട്ടപ്പുറം രൂപതയിൽ സേവനം ചെയ്യുന്ന എല്ലാ വൈദികർക്കും, ഇന്നിവിടെ ആയിരിക്കുന്നവർക്കും പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ദിവസം 4 വൈദികർ പൗരോഹിത്യത്തിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മിഥുൻ അച്ഛൻ, ബഹുമാനപ്പെട്ട ജോജോ അച്ഛൻ, ബഹുമാനപ്പെട്ട ടോണി പേരത്ര അച്ഛൻ, ബഹുമാനപ്പെട്ട ശ്രീ കലർക്കച്ചൻ, 4 പേർക്കും പ്രത്യേകമായിട്ട് കൂടുതലായി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അതുപോലെ ദൈവം നൽകിയ കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. എല്ലാ മനുഷ്യരെയും കേൾക്കുവാനായിട്ട്, അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനായിട്ട്, അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും ഒക്കെ തുറക്കണം. ഇതാണ് 2ാമത്തെ അനുസരണം. 3ാമതായിട്ട് ക്രിസ്തുവിനെ കേൾക്കുക. അവൻ എന്താണ് എന്നോട് പറയുന്നത്? ഓരോ ദിവസവും കുരിശിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് ക്രിസ്തു പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ക്രിസ്തുവിൻ്റെ ഹൃദയം മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ട വലിയ ദൗത്യമാണ് അനുസരണം എന്ന വ്രതത്തിലൂടെ നാം ഏറ്റെടുത്തിരിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഈ സൗഭാഗ്യങ്ങളെല്ലാം തൃണവൽക്കണിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ സമ്പത്തായ ക്രിസ്തുവിനെയും അവൻ്റെ പ്രവൃത്തികളെയും പുൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ഏറ്റെടുക്കുന്ന, എന്നാൽ ജഡികമായ വസ്തുക്കളോടും ലൗകികമായ വസ്തുക്കളോടും നോ എന്ന് പറയുവാനുള്ള വലിയ ഒരു ജീവിത രീതി. ആ ജീവിത രീതി അത് മറ്റുള്ളവർ കാണുന്നവർക്ക് തോന്നാം എൻ്റെ ജീവിതത്തിൽ സമ്പന്നത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ക്രിസ്തുവാണെന്ന്. ആയതിനാൽ ഈ തൈലം കനിഞ്ഞ് ആശീർവദിക്കണം. ഈ തൈലത്താൽ അഭിഷിക്തരാക്കപ്പെടുന്ന ജ്ഞാനസ്നാനാർത്ഥികൾക്ക് ധൈര്യവും ആത്മവീര്യവും നൽകി അനുഗ്രഹിക്കണം. അങ്ങയുടെ ജ്ഞാനത്താലും ശക്തിയാലും സമ്പൂരിതരായി അവർ ക്രിസ്തുവിൻ്റെ സന്ദേശം ശരിയായി ഗ്രഹിക്കുന്നതിന് തദ്വാര അവരുടെ ക്രൈസ്തവ കർത്തവ്യങ്ങൾ തീക്ഷ്ണതയോടെ നിറവേറ്റുന്നതിനും അനുഗ്രഹം അരുളണമേ. അവർ അങ്ങയുടെ വത്സല ദത്തുപുത്രന്മാരായി തീർന്ന് തിരുസഭയിൽ പുനർജീവൻ നേടി ആനന്ദിച്ച് സൗഭാഗ്യ സന്ദായകമായ ജീവിതം നയിക്കുന്നതിനിടയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റരുളേണമേ.